ഹരേ കൃഷ്ണ. സഹ്യപർവ്വതത്തിൻ്റെ പ്രകൃതി സുന്ദരമായ താഴ്വരയിലെ കണ്ണൂർ, വയനാട് ജില്ലകളുടെ സംഗമവേദിയായ കൊട്ടിയൂരിൽ ശക്തി ചൈതന്യ കേദാരമായ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തലശ്ശേരി നഗരത്തിൽ നിന്നും ഏകദേശം 65 കിലോമീറ്റർ ദൂരെയാണ് കൊട്ടിയൂർ. പർവ്വത പ്രാന്തങ്ങളിൽ നിന്നും ഉത്ഭവിച്ചെത്തുന്ന വാവലിപ്പുഴയുടെ ഇരുകരകളിലുമായി 2 ക്ഷേത്രസ്ഥാനങ്ങളുണ്ട്. പുണ്യകേദാരങ്ങളായ ഈ ശിവചൈതന്യ സങ്കേതങ്ങളത്രേ ഇക്കരെ കൊട്ടിയൂരെന്നും അക്കരെ കൊട്ടിയൂരെന്നും അറിയപ്പെടുന്നത്. അതിൽ ഇക്കരെ കൊട്ടിയൂരും പൂന്താനം തിരുമേനിയും തമ്മിലുള്ള ഒരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഭക്തകവിയായ പൂന്താനം ഒരിക്കൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാനായിട്ട് എത്തിച്ചേർന്നു. ഉത്സവകാലമല്ലാതിരുന്നതിനാൽ അക്കരെ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് പോകാനായില്ല. ഇക്കരെ അമ്പലത്തിൽ ഭാഗവത പാരായണവുമായി കഴിച്ചുകൂട്ടാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. ആദ്യ ദിവസങ്ങളിൽ പ്രത്യേകതകളൊന്നുമില്ലാതെ തന്നെ പാരായണം നടന്നുപോയി. അന്ന് ദശമസ്കന്ധം 60-ാം അധ്യായം വായിച്ച് തീർത്ത് അടുത്ത അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അടയാളം വെച്ചിട്ട് ഗ്രന്ഥം മടക്കി വെച്ചു. നാമജപവും സന്ധ്യാകർമ്മങ്ങളും കഴിച്ചു. ഭക്തന്മാരും പണ്ഡിതന്മാരുമായി ചർച്ച ഉണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ കുളിയും തേവാരവും കഴിച്ച് ഗ്രന്ഥം തുറന്ന് ഭക്തി പുരസ്സരം വായിക്കാൻ തുടങ്ങി. കർഹിചിത് സുഖമാസീനം സ്വതൽപസ്തം ജഗദ്ഗുരും പദിം പര്യചരത് ഭൈഷ്മീ വ്യജനേന സഖീജനൈ. ഇങ്ങനെ പാടി ഇങ്ങനെ ആലോചിച്ചപ്പോൾ പൂന്താൻ ഒന്ന് ശങ്കിച്ചു. ഇത് ഇന്നലെ വായിച്ചിരുന്നല്ലോ. 60-ാം അധ്യായം. ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കവും പ്രണയ സംഭാഷണങ്ങളുമാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. ഒരുപക്ഷെ ഓർമ്മ തെറ്റിയതാവാം, പൂന്താനം വിചാരിച്ചു. എന്തായാലും തുടർന്ന് വായിക്കുക തന്നെ. അന്നും വായന പൂർത്തിയാക്കി അടയാളം വെച്ച അനന്തര കൃത്യങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായി. തൊട്ടടുത്ത ദിവസമാണ് പൂന്താനം ശരിക്കും അമ്പരന്നത്. വീണ്ടും അത് 60-ാം അധ്യായം. കർഹിചി സുഖമാസീനം. ഇതാരോ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, തൻ്റെ മറവിയല്ല. എന്തായാലും ഭഗവത് കഥ വീണ്ടും പാരായണം ചെയ്യേണ്ടി വരുമെന്നല്ലേ ഉള്ളൂ. സാരമില്ല, ഒരു ദിവസം കൂടി കൊട്ടിയൂർ പെരുമാളിന്റെ സന്നിധിയിൽ തങ്ങണമെന്നായിരിക്കും ഈശ്വരേച്ഛ. പൂന്താനം ഭക്തി പുരസ്സരം വായന തുടർന്നു. ഈ അത്ഭുതം ഏതാനും ദിവസങ്ങൾ കൂടി തുടർന്നു. പിന്നീട് അദ്ദേഹം പാരായണം പൂർത്തിയാക്കി ഇല്ലത്തേക്ക് തിരിക്കാൻ ഒരുങ്ങി. പലരും അദ്ദേഹത്തിന് ദക്ഷിണ നൽകി. പൊന്നാടകളും കോടിമുണ്ടുകളും സമ്മാനം ലഭിച്ചു. ഭഗവാനെ നമസ്കരിച്ച് പൂന്താനം യാത്രയായി. മടക്കയാത്രയിൽ ഒരു ഭാണ്ഡം കൂടി അധികമായി. കാരണം ഈ ദക്ഷിണകളും സമ്മാനങ്ങളും ഒക്കെ നിറച്ചത് ഒരു സഞ്ചി ഉണ്ടായിരുന്നു കൂടെ. പൂന്താനം മെല്ലെ നടന്നു. ഒരു നാഴിക ചെന്നില്ല. അദ്ദേഹം ഒന്ന് നിന്നു. ഒരു സന്ദേഹം. പുറപ്പെടാനുള്ള തിരക്കിൽ ഭാഗവതം എടുത്തില്ലേ എന്നൊരു സംശയം. പൂന്താനം ഭാണ്ഡങ്ങൾ മുഴുവൻ പരിശോധിച്ചു. ഇല്ല, ഗ്രന്ഥമില്ല. ആ മഹാഭാഗവതൻ ദുഃഖിതനായി. സാരമായതെന്തോ മറന്നു. ദക്ഷിണയും പൊന്നാടയും കൊണ്ട് സഞ്ചി നിറയ്ക്കുന്ന തിരക്കിൽ ഗ്രന്ഥമെടുക്കാൻ മറന്നുപോയി. ഇത്രയും കാലം ഭഗവത് സേവ ചെയ്തിട്ടും ഐഹികത്തിൽ തന്നെയാണല്ലോ ഭഗവാനെ അടിയന്റെ ദൃഷ്ടി. പൂന്താനം വ്യസനിച്ചു. ഗ്രന്ഥം നഷ്ടപ്പെട്ടുകൂടാ. അത് ഗുരുനാഥൻ അനുഗ്രഹിച്ച് തന്നതാണ്. വായന തുടങ്ങിയ കാലത്ത് ഇത്ര കാലവും ആ ഗ്രന്ഥമാണ് പാരായണം ചെയ്തത്. ഇപ്പോൾ കൊട്ടിയൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ച് അത് നഷ്ടമായല്ലോ. എങ്ങനെയും ഗ്രന്ഥം എനിക്ക് തിരിച്ചെടുക്കണം. മിക്കവാറും അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഓർമ്മ വന്നു. മുഖമണ്ഡപത്തിലെ ഉത്തരപ്പടിയിലാണ് വെച്ചിരുന്നത്. ആരും എടുക്കാൻ സാധ്യതയില്ല. വൈകണ്ട, തിരിച്ചു നടക്കുക തന്നെ. പൂന്താന ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയപ്പോൾ അത്താഴപ്പുഴ കഴിഞ്ഞ് നട അടച്ചിരിക്കുകയാണ്. മുഖമണ്ഡപത്തിലെ ഉത്തരപ്പടിയിൽ നോക്കി. ഗ്രന്ഥം അവിടെയില്ല. ഗുരുവായൂരപ്പാ, അത് നഷ്ടപ്പെട്ടു. പൂന്താനം തളർന്നുപോയി. പെട്ടെന്ന് അടക്കിപ്പിടിച്ചുള്ള ഒരു സംസാരം കേട്ടു. അദ്ദേഹം ഒന്ന് ഞെട്ടി. ക്ഷേത്രത്തിൽ കള്ളന്മാർ. പൂന്താനം ചെവിയേർത്തു. സംസാരം ഒന്നുകൂടെ വ്യക്തമായി. വേണ്ട വേണ്ട, ഞാൻ വായിക്കാം, ദേവി ശ്രദ്ധിച്ചോളൂ. പൂന്താനം ഞെട്ടിപ്പോയി. ആരാണത് ഈശ്വര? ശരി ശരി, വായിക്കൂ. ഒരു സ്ത്രീ ശബ്ദം. പൂന്താനത്തിന് തീർച്ചയായി ഭഗവാനും ഭഗവതിയും തന്നെ. ഗുരുവായൂരപ്പാ, എത്ര കർണമധുരമായ സ്വരം. ഭഗവാൻ പാരായണം ആരംഭിച്ചു. ശ്രീമദ് ഭാഗവതം. പൂന്താനത്തിന്റെ കാണാതായ ഭാഗവത ഗ്രന്ഥം. വായിക്കുന്നത് ദശമസ്കന്ധം 60-ാം അധ്യായം. കർഹിചിത് സുഖമാസീനം സ്വതൽപസ്തം. പൂന്താനത്തിന് കാര്യങ്ങൾ വ്യക്തമായി. അടയാളം മാറ്റിവെച്ചിരിക്കുന്നത് ഭഗവാനാണ്. ഗ്രന്ഥം എടുത്തു വെച്ചതും ഭഗവാൻ തന്നെ. മായ കൊണ്ട് താനൊക്കെ മറന്നു. ഭഗവാൻ തന്നെ പരമഭാഗവതനും. ഭഗവാന്റെ പാരായണം തുടരുകയാണ്. മധുരമായ ഒരമൃത പ്രവാഹം.
പൂന്താനം നിശ്ചലം നിന്നുപോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ശരീരം പുളകം കൊണ്ടു. ഹൃദയത്തിൽ ആനന്ദ സമുദ്രം തിരയടിക്കുന്നു. ഇത്രയും ആനന്ദം താങ്ങാനാവില്ലെന്ന് തോന്നി പൂന്താനത്തിന്. അറിയാതെ പൂന്താനത്തിൻ്റെ മനസ്സിൽ നിന്നും ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പാ അർദ്ധബോധാവസ്ഥയിൽ പൂന്താനം മന്ത്രിച്ചു കൊണ്ടിരുന്നു. കുതിച്ചൊഴുകുന്ന കണ്ണീർ തുടക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചലിക്കാനായില്ല. ആ നാദം മാത്രം ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു. താൻ അതിൽ മുങ്ങി മുഴുകിയിരിക്കുന്നു. ഈ നില ഒട്ടുനേരം തുടർന്നു. മെല്ലെ ഭഗവാൻ പാരായണം അവസാനിപ്പിച്ചു. വായന ദേവിക്ക് ഇഷ്ടമായോ എന്നന്വേഷിച്ചു ദേവി പറഞ്ഞു. കുറച്ചുകൂടെ ഭക്തിമാധുര്യം പൂന്താനം വായിച്ചപ്പോൾ തോന്നി. ഭഗവാനെ, പൂന്താനം തേങ്ങിപ്പോയി. വെട്ടിയിട്ടതുപോലെ അദ്ദേഹം തിരുസന്നിയിൽ വീണു നമസ്കരിച്ചു. പൂന്താനം, നമുക്ക് തൃപ്തിയായി. ഭാഗവതത്തിനായി കാത്തു നിൽക്കേണ്ട. നേരെ തൃശ്ശൂരിലേക്ക് പോയിക്കൊള്ളൂ. അവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മുഖമണ്ഡപത്തിൻ്റെ ഉത്തരപ്പടിയിൽ ഗ്രന്ഥമുണ്ടാകും. താമസിക്കേണ്ട, പുറപ്പെട്ടോളൂ. ഭഗവാന്റെ ശബ്ദം പൂന്താനം വ്യക്തമായി കേട്ടു. അദ്ദേഹം ഉൾപ്പുളകത്തോടെ എഴുന്നേറ്റ് ശ്രീകോവിലിലെ ഇരുളിൽ നോക്കി കൈകൂപ്പി മെല്ലെ തിരിച്ചു നടന്നു. കൊട്ടിയൂരപ്പൻ്റെ ഭാഗവതപ്രിയം പ്രസിദ്ധമായി. മാത്രമല്ല, ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 60-ാം അധ്യായത്തിന് കർഹിച്ചിത് അധ്യായം എന്നുകൂടി പേര് വീണു. കൊട്ടിയൂരിൽ ഭാഗവത സപ്താഹം നടത്തുന്നത് വളരെ വിശേഷമാണ്. കഴിയുന്നത്ര തവണ കർഹിച്ച അധ്യായം ആവർത്തിക്കുകയുമാവാം. ഹരേ കൃഷ്ണ.